പ്രഗ്നൻസിയിൽ വരുന്ന ഡയബറ്റിസിനെ നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്നാണ് പറയുന്നത്. പ്രഗ്നൻസിക്ക് ഔട്ട്സൈഡ് ഡയബറ്റിസ് ഉള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞു. ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് വേണം പ്രഗ്നന്റ് ആവാൻ, അല്ലെങ്കിൽ ജന്മവൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴാണ് നോക്കുന്നത്? സാധാരണയായി പ്രഗ്നൻസി ആയ ഉടനെ തന്നെ നമ്മൾ HbA1c അല്ലെങ്കിൽ ഒരു ഓറൽ ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്തിട്ട് പ്രഗ്നൻസിയിൽ നോക്കാവുന്നതാണ്. അത് ഹൈ റിസ്ക് പേഷ്യൻസിന്, എസ്പെഷ്യലി പ്രീവിയസ് പ്രഗ്നൻസിയിൽ GDM ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ബേബീസിനെ ഡെലിവറി ചെയ്ത ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക് ഫസ്റ്റ് വിസിറ്റിൽ തന്നെ നമുക്ക് ഡിപ്സി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് 75 ഗ്രാം ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലാതെ സാധാരണഗതിയിൽ നമ്മൾ എല്ലാ പേഷ്യൻസിനും നമ്മൾ ചെയ്യുന്നത് 24 to 26 വീക്സ് ആവുമ്പോഴാണ് സാധാരണ നോക്കുന്നത്. അപ്പോഴാണ് ഡയബറ്റീസിന്റെ, പ്രഗ്നൻസിയിലുള്ള ഡയബറ്റീസിന്റെ ചാൻസ് ഏറ്റവും കൂടുതലായി കാണുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫാസ്റ്റിംഗ് ആണെങ്കിലും ഫാസ്റ്റിംഗ് അല്ലെങ്കിലും 75 ഗ്രാം ഗ്ലൂക്കോസ് ഓറലി കൊടുത്തിട്ട് 2 മണിക്കൂറിന് ശേഷം പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവലാണ് നോക്കുന്നത്. 140 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് കട്ട് ഓഫ് പറയുന്നത്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പേഷ്യൻസ് ഫാസ്റ്റിംഗ് അല്ലാതെ വന്നാലും നമുക്ക് ചെയ്യാം. കിട്ടുന്ന അവസരത്തിൽ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. 140 മില്ലിഗ്രാമിന് കൂടുതലുണ്ടെങ്കിൽ അവരെ പ്രോപ്പറായി ഫോളോ അപ്പ് ചെയ്യുക, ഡയറ്റ് അഡ്വൈസ് ചെയ്യുക. കൂടാതെ ഡയറ്റ് കൊണ്ട് കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇത് ചെയ്യുന്നതിന്റെ പ്രാക്ടിക്കാലിറ്റിയും അഫോർഡബിലിറ്റിയും കാരണം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇതാണ് ഡിപ്സി റെക്കമെൻഡ് ചെയ്യുന്നത്. ഡയബറ്റീസ് ഇൻ പ്രഗ്നൻസി സ്റ്റഡി ഗ്രൂപ്പിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകളാണ് ഫോക്സി അഥവാ ഗൈനക്കോളജി ഡോക്ടർമാരുടെ സംഘടനയും റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ടെസ്റ്റ് വഴിയാണ് നമ്മൾ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഷുഗർ അഥവാ GDM, ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ഇൻ പ്രഗ്നൻസിയിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ഫോളോ അപ്പും ചെയ്യും. ഇങ്ങനെ പ്രഗ്നൻസിയിൽ വരുന്ന ഷുഗർ അഥവാ GDM ഉണ്ടെങ്കിൽ കുട്ടികളുടെ സൈസ് കൂടാനും കുട്ടികൾക്ക് ചുറ്റും വെള്ളം കൂടാനുമുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത് എപ്പോഴും കൺട്രോൾ ചെയ്യേണ്ടതാണ്. സഡൻ ഡെത്ത് പോലും വരാൻ ചാൻസ് ഉണ്ട്. ഫീറ്റൽ ഡെത്ത്, IUD എന്ന് പറയും, ഇൻട്രായുട്രൈൻ ഡെത്ത് ഓഫ് ഫീറ്റസ് വരാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി പലർക്കും പേടിയാണ്. പക്ഷെ പ്രഗ്നൻസിയിൽ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നാൽ ചെയ്യുക തന്നെ വേണം. അത് വളരെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഔട്ട്സൈഡ് പ്രഗ്നൻസിയെക്കാളും കൂടുതൽ കൺട്രോൾ പ്രഗ്നൻസിയിൽ വേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. കുട്ടിക്കും അമ്മയ്ക്കും സുരക്ഷിതമായൊരു ഗർഭകാലം വേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.